PU ആണോ ചെയ്തിരിക്കുന്നത്? PU ആണ് കംപ്ലീറ്റ്ലി. ഇതും WPC ആണ്. അതിൽ PVD കോട്ടഡ് ആയിട്ടുള്ള ഈ ഫ്ലൂട്ടഡ് ഗ്ലാസിന്റെ പാറ്റേണും അതുപോലെ ഈ മിറർ പാറ്റേണും ആണ്. ഫാമിലി ലിവിംഗ് വിത്ത് TV യൂണിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. എനിക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഐലൻഡിന് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഡാനിഷല്ലേ ഇല്ല, ടോളിയോട്ടിൽ ആക്സസറീസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതൊരു ഫാമിലി ഡൈനിങ് ആണ്. അതിന്റെ ക്രോക്കറി യൂണിറ്റ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തോ? ഇതും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള. നമസ്കാരം. നമ്മൾ പല ടൈപ്പ് ഡിസൈനിൽ ചെയ്തിരിക്കുന്ന വീടുകളുടെ ഇന്റീരിയറുകൾ കാണിച്ചിട്ടുണ്ട്. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു നിയോ ക്ലാസിക്കൽ ശൈലിയിൽ ചെയ്തിരിക്കുന്ന ഇന്റീരിയറാണ്. ചെയ്തിരിക്കുന്നത് നമ്മുടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡാനിഷ്, അദ്ദേഹത്തിൻ്റെ കമ്പനി ആയിട്ടുള്ള ST ക്ലാവിയോ എന്ന കമ്പനിയാണ്. കോഴിക്കോടാണ്. കോഴിക്കോട് തന്നെയുള്ളൊരു വീടാണ്. ഷാഹിർ റംസിന ദമ്പതികളുടെ വീട്. വളരെ മനോഹരമായിട്ട്, അതായത് ആ ഒരു കളർ ടോൺ ആയിക്കോട്ടെ, ലൈറ്റിംഗ് ആയിക്കോട്ടെ, ഉപയോഗിച്ചിരിക്കുന്ന ലൂസ് ഫർണിച്ചർ ആയിക്കോട്ടെ, ഇന്റീരിയർ കബോർഡ് വർക്കുകൾ ഉൾപ്പെടെ എല്ലാം മനോഹരമായി ചെയ്തിരിക്കുന്നു. വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളതേ ഡാനിഷാണ്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് നിങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഈ പറഞ്ഞ ഡിസൈനാണ്. നമ്മുടെ ഒരു മേജർ പ്രൊജക്ട്സും നിയോ ക്ലാസിക് വരുന്നത് കോഴിക്കോടിന്റെ ആ ഒരു മലബാർ റീജിയനിൽ, അഥവാ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ഈ റീജിയനിൽ കുറച്ചുകൂടി ആളുകൾക്ക് ഇപ്പം വീണ്ടും മുമ്പ് ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള. പക്ഷെ നമ്മളെ ഈ ഒരു പ്രൊജക്ട് സംബന്ധിച്ചിടത്തോളം നമ്മൾ നിയോ ക്ലാസിക്കിനെ കുറച്ച് മോഡേൺ ആയിട്ടൊന്ന് ഒരു മിക്സ് ആക്കി രണ്ടും ഒരു കംപ്ലീറ്റ്ലി നിയോ ക്ലാസിക് ആണെന്നും ഒരു കംപ്ലീറ്റ്ലി മോഡേൺ ആണോ ഒന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു മിക്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിരിക്കട്ടെ, നമ്മുടെ ഓഫീസ് എവിടെയാണോ? നമ്മൾ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ. ആ ഒരു ബൈപ്പാസിൽ. ഓക്കെ. അപ്പൊ നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യം തന്നെ അത് പറയട്ടെ. അപ്പൊ നമ്മുടെ കസ്റ്റമർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇല്ല. കസ്റ്റമർ അബ്രോഡ് ആണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അധിക സമയം ഇവിടെ താമസിക്കാത്തത് അടച്ചിട്ട് പോകും. അപ്പൊ അടച്ചിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ 2 വർഷത്തിലോ 1 വർഷത്തിലോ ഒക്കെ ചിലപ്പോൾ കുറഞ്ഞ സമയം മാത്രമേ ഇവിടെ ഒരു താമസിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോഴും ഒന്നും കംപ്ലൈന്റ് ആയി പോകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലൈവുഡ് എന്ന് പറഞ്ഞ സാധനം 0 ആണ്. പിന്നെ കംപ്ലീറ്റ്ലി WPCയും ഈ വെയിൻസ്കോട്ട് കാര്യങ്ങളൊക്കെ PVCയിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പ്ലൈവുഡിൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ചെയർസിൽ വരുമ്പോൾ കുറച്ച് വുഡ് ടീക്ക് തന്നെ. ഇത് ഈ ടീ ടേബിൾ അടക്കം നമ്മൾ ടീക്കിലാണ് ചെയ്തിട്ട് PU ചെയ്തിരിക്കുകയാണ്. ഈ സെന്റർ ടേബിൾ PU ചെയ്തിരിക്കുകയാണ്. അത് ടീക്കാണ് ആക്ച്വലി ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഇത് വന്നിട്ടോ, ഇത് കംപ്ലീറ്റ്ലി നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ടർക്കിഷ് ഡിസൈനിന്റെ ഒരു മോഡലിൽ ചെയ്തിരിക്കുന്നത്. അതെ. എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കർട്ടൻ നമ്മുടെ തന്നെ. കർട്ടനും അതിന്റെ എനിക്ക് തോന്നുന്നു അതിന്റെ ബാക്കില് മറ്റേ ഇതും ഉണ്ട്. അത് നമുക്ക് നിൽക്കിയാൽ ഷിയർ അടക്കം കൊടുത്തിരിക്കുന്നു. ഇതെന്ത് ചെയ്തിരിക്കുന്നു? ഇത് വാൾപേപ്പർ ആണ്. ആക്ച്വലി ഇത് നമുക്ക് ഈ ഒരു കയറി വരുന്ന ഫസ്റ്റ് ലുക്കിൽ തന്നെ സ്പെഷ്യൽ ആയിട്ട് എന്തോ ചെയ്തതാണ് ഫീൽ ചെയ്യുമെങ്കിലും ഇത് കംപ്ലീറ്റ്ലി വാൾപേപ്പർ ആണ്. ഫീൽ ചെയ്യത്തില്ല ഒരു ടെക്സ്ചർ പോലെയോ. അതായത് ശരിക്കും ഒരു പ്രൊജക്ഷൻ, ആ ലൈറ്റ് അവിടെ നിന്ന് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്, പ്രൊജക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ടും കൊടുത്തിരിക്കുന്നത് WPCയിൽ മിറർ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് ജസ്റ്റ് ഗ്രൂ ചെയ്തിരിക്കുന്നതാണോ? ഇതൊക്കെ ഗ്രൂ ചെയ്തിട്ടുള്ള PU ആണോ ചെയ്തിരിക്കുന്നത്? PU ആണ് കംപ്ലീറ്റ്ലി. ഡയറക്റ്റ് വ്യൂ പുട്ടിയിട്ടടിച്ചോ അല്ലാതെയോ? ഇത് WPC ആയതുകൊണ്ട് തന്നെ 3 ലെയർ WPC. ഓക്കെ. അതിന്റെ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ മുകളിലേക്ക് നമ്മൾ പുട്ടിയുടെ ആവശ്യമില്ല, പ്രൈമർ അടിച്ച് വിട്ടാൽ മതി അല്ലേ? സ്ക്രൂ ചെയ്യുന്ന പോർഷൻസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്ക്രൂ മറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു. ഇതൊരു ഡബിൾ ലൈറ്റ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഭയങ്കര വിശാലത. ശരിക്കും പറഞ്ഞാൽ അത്ര സ്പേസ് ഇല്ല, പക്ഷെ ഫീൽ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തിരിക്കുന്നതോ? ഇത് ലാമിനേറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇത് ലാമിനേറ്റാ? ബോർഡ് അടിച്ചിരിക്കുകയാണോ? ബോർഡ് അടിച്ചിട്ട് ലാമിനേറ്റ് ചെയ്തു. അതിന്റെ ബാക്കിൽ നമ്മളൊരു ആംബിയൻ ലൈറ്റ് കൊടുത്തു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് എല്ലാത്തും ഫ്ലാഷ് ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. ഇത് WPC ആണ്. ഇതും WPC ആണ്. അതിൽ PVD കോട്ടഡ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ്. ഗോൾഡൻ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു വോള് മുഴുവനായിട്ട് നമ്മള് TV യൂണിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാം WPC ഉൾപ്പെടെ. WPC അല്ലെങ്കിലുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ HDHMR-ലൊക്കെ ഇത് ചെയ്യാം. പക്ഷെ 2 ബോർഡ് നമ്മൾ അടുപ്പിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ ക്രാക്കിന് പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ WPC പിന്നെ പൂർണ്ണമായിട്ടും സീലിംഗ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഉണ്ട്. അതിൽ നമ്മൾ ഗോൾഡന്റെ T പ്രൊഫൈൽസ് നമ്മള്
എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ഭയങ്കര ജിപ്സം അല്ലേ ചെയ്തിരിക്കുന്നത്? തന്നെയാണ് ചെയ്തത്. ജിപ്സത്തില് ആ ഗോൾഡൻ ബീഡിങ്സ് അങ്ങനെ വൃത്തിയായിട്ട് നിൽക്കുന്നതാണ്. എല്ലാം COB ലൈറ്റുകളാണെന്ന് തോന്നുന്നു ഫുള്ള്. കംപ്ലീറ്റ്ലി COB ലൈറ്റ്. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭയങ്കര രസകരമായിട്ട് തോന്നുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഈ ഫ്ലൂട്ടഡ് ഗ്ലാസിന്റെ പാറ്റേണും അതുപോലെ ഈ മിറർ പാറ്റേണുമാണ്. തീർച്ചയായിട്ടും ഇത് രണ്ടും ആക്ച്വലി ഇങ്ങനെ ഒരു ഭിത്തി ഇല്ല അവിടെ. ഇവിടെ ഉണ്ടോ? അവിടെ ഭിത്തിയുണ്ട്. ഓക്കെ, അതിലോട്ടാണ് മിറർ ചെയ്തിരിക്കുന്നത്, ബോർഡ് അടിച്ച് ചെയ്തിരിക്കുന്നത്. ഭിത്തിയുടെ ബാക്ക് സൈഡിൽ നമ്മൾ പാനൽ ചെയ്യാൻ അതൊന്ന് WPC തന്നെയാണ്. WPC ചെയ്തിരിക്കുന്നത് അല്ലോ, അല്ലാതെ പ്രൈവ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് അടിപൊളിയാണ്. ഇത് ഫുള്ള് ഗ്ലൂ എന്നാ പറയുക, ഫ്ലൂട്ടഡ് ഗ്ലാസ്. ഒരു ഗോൾഡൻ ഒരു തീം നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതാ കിച്ചൺ, ഡൈനിങ്, അതിനോടൊക്കെ ഉള്ള ഒരു കൺസേൺ ഒഴിവാക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കിച്ചണിൽ നിന്ന് വരാം ബാക്കിയുള്ള ഡൈനിങ്ങിലേക്ക്. നമുക്ക് ഫസ്റ്റ് ഇവിടുത്തെ TV യൂണിറ്റ് തന്നെ കണ്ടോളാം. കാര്യം ഇതൊരു TV യൂണിറ്റ് ഇവിടെ അല്ലേ കൊടുത്തിരിക്കുന്നത് നമ്മുടെ. ഇത് ഒരു ഫാമിലി TV യൂണിറ്റ് ആയിട്ടാണ്. യെസ്, അതായത് ഫാമിലി ലിവിംഗ് വിത്ത് TV യൂണിറ്റ് എന്നുള്ള കോൺസെപ്റ്റാണ്. അവരിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഫർണിച്ചറുകളൊക്കെ അങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള TV യൂണിറ്റാണ്. നമ്മൾ അപ്പുറം കണ്ടതുപോലെയുള്ള ഒരു സംഗതിയല്ല, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട്. ഇതുമെല്ലാം WPC തന്നെ. WPCയിൽ നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ടാണ്. ലാമിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഗോൾഡൻ ടീ പ്രൊഫൈൽസ്, അതേപോലെ ഒരു മാർബിൾ ടെക്സ്ചർ വരുന്ന ഒരു ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഗോൾഡൻ പ്രൊഫൈൽസ് അങ്ങനെ എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നോർമലി എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഗോൾഡൻ അവർക്ക് ഒരു ഇഷ്ടപ്പെട്ട കളറായിരുന്നു. അതിന്റെ ഒരു ഈ സീലിംഗിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. എനിക്ക് ഇവരുടെ കിച്ചൺ വളരെ 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 സിമ്പിൾ. ഒരുപാട് ഒന്നുമില്ല, അത്രയ്ക്ക് സിമ്പിൾ. ഐലൻഡ് ആണ്. ഓ, എനിക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഐലൻഡിന് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ടെൻഷനല്ലേ? ഇല്ല. ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇതും ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി WPC ആണ്. ടോപ്പിൽ നമ്മൾ 16mm ടൈലാണ്, ഫുൾ ബോഡി ടൈൽ കൊടുത്തിരിക്കുന്നത്. അതില് എലിക്കടയാണ് ഹുഡാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫുള്ള് ആ ഒരു എന്താ പറയുക ബേജ് കളർ, അങ്ങനെ ബേജ് തന്നെയല്ലേ? ബേജ് കളർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ അപ്പറേ പറഞ്ഞ പോലെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ആക്സസറീസ് അധികം ഒന്നുമില്ല. അധികം ആക്സസറീസ് ആഡ് ചെയ്തിട്ടില്ല. എന്നാലും ഒരു മിനിമൽ ആയിട്ടുള്ള ആവശ്യമുള്ളത് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അപ്പർ യൂണിറ്റ് ആയിക്കോട്ടെ, അതുപോലെ താഴെ ലോവർ യൂണിറ്റിലും ഒക്കെ അത്യാവശ്യം ആക്സസറീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് മെയിൻ യൂസ് ആയിട്ട് ഒരു വർക്ക് ഏരിയ ആണ്. അതൊരു വലിയ വർക്ക് ഏരിയ തന്നെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഷോ പർപ്പസ് മാത്രമാണ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ടോൾ യൂണിറ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ടോൾ യൂണിറ്റിൽ ആക്സസറീസ് ഒന്നും കൊടുത്തിട്ടില്ല. ആക്സസറീസ് ഇല്ല, നോർമൽ റാക്സ് ആയിട്ടാണ്. ആവശ്യം വേണം നാളെ ചെയ്യാലോ? ചെയ്യാം. എപ്പോ വേണേ ടോൾ യൂണിറ്റ് ആക്സസറീസ് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഇവർ ഇല്ലാത്തടത്തോളം കാലം അവർക്ക് ചിലപ്പോൾ അതൊരു വേസ്റ്റ് ഓഫ് മണി ആയിരിക്കും. തീർച്ചയായിട്ടും. നിരന്തരം താമസിക്കുന്ന യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആവശ്യമുള്ളൂ. അവിടെയാണ് നമ്മുടെ റെഫ്രിജറേറ്റർ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2 ഡോർ ആയിട്ട് തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ? സ്പ്ലിറ്റ് കൊടുത്ത് ചെയ്തിരിക്കുന്ന റെഫ്രിജറേറ്റർ ആണ്. ടോൾ യൂണിറ്റിന് ഇവിടെ നമ്മൾ ഇതൊരു സ്റ്റോറേജ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതാ ഇവിടെ ഒരു സ്റ്റോറേജ്. പക്ഷെ ഇതും അടിപൊളിയായിട്ടുണ്ട്. എന്റെ പ്രൊഫൈല് ആ ബ്ലാക്ക് കളർ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അകത്തുനിന്ന് കാണുമെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് തുറന്നോട്ടെ. ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുക്കി വെക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതും PU ഫിനിഷ് ആയിരിക്കുന്നത്. ഇൻസൈഡ് PU ഫിനിഷ് ആണ് ചെയ്തിട്ടുള്ളത്. പുറത്താണ് ലാമിനേഷൻ കൊടുത്ത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവിടെ അതേപോലെ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ. ശരിക്കും 2 ഡൈനിങ് ഉണ്ട്. ഇതൊരു ഫാമിലി ഡൈനിങ് ആണ്. അതിന്റെ ക്രോക്കറി യൂണിറ്റ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നല്ലേ? ഇത് ലോഫ്റ്റ് കംപ്ലീറ്റ് കവേർഡ് ആയിട്ടുള്ള രീതിയിൽ ടെമ്പേർഡ് ഗ്ലാസ് ആണോ? ടെമ്പേർഡ് ഗ്ലാസ് ചെയ്തിരിക്കുന്നു. അതും എനിക്ക് തോന്നുന്ന ഈ ഒരു ഏരിയയിലൊക്കെ അത് മതി. ഈ പ്രൊഫൈൽ ആണെങ്കിൽ പോലെ അലുമിനിയം പ്രൊഫൈൽ ചെയ്ത് ഹിഞ്ചസ് നമ്മള് ഇതിൽ തന്നെ ഈ ഒരു പ്രൊഫൈൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഹിഞ്ചസ് സൈസ് എനിക്ക് തോന്നുന്നു അതിൽ HTG ഹാഫില് ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഹാഫിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു അങ്ങനെ തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. അതും ഇത് കൊള്ളാം. ഇത് ശരിക്കും പക്കാ നിയോ ക്ലാസിക്കലാണ്. വേറെ എങ്ങും പോകണ്ട. നിയോ ക്ലാസിക്കലിന്റെ ഒരു എന്താ പറയുക ഉത്തമ മാതൃക എന്ന് വേണം പറയാനായിട്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ഒന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ കസേരയുടെ ആ ഒരു സാധനം, ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത. ഇതും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി വുഡ്, ടീക്ക് വുഡിൽ നമ്മൾ PU ചെയ്തിരിക്കുന്നതാണ് അല്ലേ? ടീക്ക് വുഡ് PU ചെയ്യുമ്പോൾ പൊട്ടലൊക്കെ ഉള്ള സാധ്യത അത്രയും നല്ല മരമാണെങ്കിൽ മാത്രമേ അങ്ങനെ നിൽക്കൂ. സീസൺഡ് ആണ്. അതെ, സീസൺഡ് മരമാണെങ്കിൽ മാത്രമേ നമുക്ക് അത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള വുഡ് ആയതുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തിൽ ചെയ്തിട്ടുള്ളത്. 8 സീറ്റർ അവർക്ക് ആവശ്യം 8 സീറ്റർ അല്ലേ? പിന്നെ ഉള്ളതാ ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനത്തിൽ ഓരോന്നിനും ആ ഗോൾഡൻ കളർ ക്ലോക്ക് ആയിക്കോട്ടെ, അതിന്റെ ഷേപ്പ് ആയിക്കോട്ടെ, ഇവിടെ കൊടുത്തിരിക്കുന്ന വെയിൻസ്കോട്ട് ആയിക്കോട്ടെ, എല്ലാം കറക്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് വരെ ആ ഒരു
ഗോൾഡൻ തീം വന്നിട്ടുണ്ട്. തീം കറക്റ്റ് ആയിട്ട് നിയോ ക്ലാസിക്കൽ ശൈലി ഇത് ഉൾപ്പെടെ അല്ലേ? അതെ അതെ, ഹാങ്ങിങ് ലൈറ്റ് വരെ, ഹാങ്ങിങ് ലൈറ്റ് ഉൾപ്പെടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള ആ ഒരു ലൈറ്റ് വരെ നമ്മൾ അങ്ങനെ കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഇതിലും ഈ പില്ലറിലും ഒക്കെ ആ വെയിൻസ്കോട്ട് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എത്ര ബെഡ്റൂംസ് ആണ് ഉള്ളത്? ആക്ച്വലി 4 ബെഡ്റൂംസ് ആണുള്ളത്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം. ശരിക്കും ഇവര് ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് താഴത്തെ 2 ബെഡ്റൂംസ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതുകൊണ്ട് തന്നെ താഴത്തെ 2 ബെഡ്റൂംസ് ആണ് കാണിക്കുന്നത്. കാര്യം ഇന്റീരിയർ വർക്ക് അവിടെ ഉള്ളത് കൊണ്ട് അതാണ് നമ്മൾ കാണിക്കുന്നത്. എവിടെ നമ്മൾ ആദ്യം കയറേണ്ടത്? ഫസ്റ്റ് ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. അതാണോ? മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ പുറത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള വാതിലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും ഒറ്റ തീമാ അല്ലേ രാനിഷേ? അതെ അതെ. അതിലൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ മാർബിളാണ്. അതെ, അതുകൊണ്ട് തന്നെ വേറൊരു ടൈലിന്റെ സെപ്പറേഷൻസ് ഒന്നുമില്ല. ഈസി ആയിട്ട് മാർബിൾ ഒറ്റ കളർ ലേ ചെയ്തിരിക്കുകയാണ്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ആദ്യം ബെഡ് കോട്ടി തുടങ്ങാം. കിങ് സൈസ് ആണ്. കിങ് സൈസ് ബെഡ് കോട്ട് ആണ്. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ഇതിൽ ഫ്രെയിം കാര്യങ്ങളൊക്കെ നമ്മൾ ടീക്കിൽ തന്നെയാണ് ഇതിന്റെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ അപ്പോൾസ്ട്രി കവറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഇത് ലാമിനേറ്റ് ആണ്. WPC തന്നെ അതിന്റെ മുകളിൽ നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഗോൾഡന്റെ ചെറിയൊരു നമ്മൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ. ഇതും എല്ലാം WPC തന്നെ അല്ലേ? അതെ അതെ, എല്ലാം WPC-ലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അപ്പോൾസ്ട്രി വർക്കിന്റെ ഭാഗമായിട്ട് അതും നമ്മുടെ തന്നെയല്ലേ? കർട്ടൻസ് ആയിക്കോട്ടെ, അത് ബ്ലൈൻഡ്സിന്റെ തന്നെ പല വെറൈറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാണ്. ഫ്ലോറിംഗ് ചെയ്ത ഒരു സ്പേസ് ആണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഫ്ലോറിംഗ് കഴിഞ്ഞിട്ടല്ലേ? ഇത് ക്ലോക്ക് ഇത് നമ്മുടെ തന്നെയല്ലേ? അതെ, അല്ല ഇത് കസ്റ്റമർ ഈ കലിയോഗ്രാഫിയുടെ വേറൊരു പതിപ്പാന്ന് തോന്നുന്നു. അതിൽ ക്ലോക്ക് വരാറില്ല, ഇങ്ങനെയുള്ള ഇതാണല്ലോ വരുന്നത്. ഇതും ഇത് വാൾപേപ്പർ ആണ്. ഗോൾഡൻ കളർ നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു അല്ലേ? ഇത് കസ്റ്റമൈസ് ചെയ്തതല്ല, ഒരു കാറ്റലോഗിൽ നമ്മൾ പിക്ക് ചെയ്തിട്ട് റാൻഡമായിട്ട് പിക്ക് ചെയ്തു. ഇവിടെയാണ് നമ്മള് നമ്മുടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഇത് കൊള്ളാം. ഹാൻഡിലൊക്കെ അതിനോട് ചേർന്ന് അങ്ങനെ കൊണ്ടുവന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ്. കസ്റ്റമൈസ് ചെയ്താണ് ഫുള്ള്. ഈ പറഞ്ഞ ഒരു സെമി എന്താ പറയാ, ഒരു വാക്കിംഗ് വാട്ടർ എന്ന് പറയാം. ഇത് ലിഫ്റ്റ് ചെയ്തായിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വാട്ടർപാ കൊടുക്കുന്നത്. ബാക്കി രണ്ടും ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ആണ് പോയിരിക്കുന്നത്. ഇതിനകത്ത് ഡ്രസ്സ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ തുറന്ന് കാണിക്കാതെ, അല്ലെന്നുണ്ടെങ്കിൽ തുറന്ന് കാണിക്കാമായിരുന്നു. സെക്കൻഡ് ബെഡ്റൂം ഏതാണാവോ? ഇവിടെ സെക്കൻഡ് ബെഡ്റൂം. ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ, ഇതിനിടയ്ക്ക് നമ്മൾ എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ കേരളത്തിൽ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട്. ഞാൻ തിരുവല്ല, എനിക്കൊരു വർക്ക് ഉണ്ട്. അത് ശരി. തിരുവല്ല നമ്മുടെ അടുത്താണ്. എനിക്ക് അവിടെ നിന്ന് 20 കിലോമീറ്റർ കട്ടിച്ചുള്ളൂ. നടന്നുകൊണ്ടിരിക്കുകയാണോ? പാലക്കാട് ചെയ്യുന്നുണ്ട് നമ്മൾ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂരൊക്കെ നമ്മൾ ചെയ്യുന്നു. എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് കേരളം മൊത്തം നമുക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിൽ എല്ലായിടത്തും ചെയ്യാം. അടിപൊളി. ഓക്കെ. ഇതൊരു സെക്കൻഡ് ബെഡ്റൂം എന്ന് വേണം കരുതാനായിട്ടെ. ഇതും നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ ഇത് സിമ്പിൾ ആണ് അല്ലേ? സിമ്പിൾ ആണ്. ഇത് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സമയം ഇവിടെ താമസിക്കാത്തത് കൊണ്ട് തന്നെ ഒരു മിനിമൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഫ്രെയിം അല്ല, നമ്മൾ അപ്പറേ പറഞ്ഞ ടീക്കിന്റെ ഫ്രെയിം അല്ല, വുഡിന്റെ ഫ്രെയിം ഓൾറെഡി ഇവിടെ ഉണ്ട്. നമ്മൾ ബാക്കി ഈ കംപ്ലീറ്റ്ലി ഒരു തീമിലേക്ക് നമ്മൾ കൊണ്ടുവന്നുള്ളൂ. വെയിൻസ്കോട്ട് ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഒരു സൈഡ് ടേബിള്. പിന്നെ ഇവിടെ നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അവിടെയാണ് വരുന്നത്. അതുപോലെ ബാത്റൂമിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ബാത്റൂം ഇവിടെയാണ് മിറർ വരുന്നത്. ഈ ഏരിയയിലാണ് നമ്മുടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് അല്ലേ? പ്ലാൻ അങ്ങനെ ആയതുകൊണ്ട് ഇവിടേക്ക് നമുക്ക് ചെയ്യേണ്ടി വന്നു. വേറൊരു പൊസിഷൻ ഇല്ലായിരുന്നു വാർഡ്രോബിന്. ഇത് കംപ്ലീറ്റ്ലി PU ഫിനിഷ് ചെയ്തു. ഗോൾഡന്റെ ഹാൻഡിൽസും നൽകിയാണ് ചെയ്തു. ഇതിപ്പോ എത്ര നാളായി ചെയ്തു തീർന്നിട്ട്? ഇതിപ്പോ 6 മാസമായി. 6 മാസമായി. ഇതിപ്പോ 6 മാസത്തിനകത്ത് ഈ നമ്മള് പ്രൊജക്ട് ചെയ്തു. ഇവര് 6 മാസം അടച്ചിട്ട് പോയിരിക്കുകയാണ്. 6 മാസത്തിൽ അവരൊരു 1 മന്ത് ഇവിടെ താമസിച്ചു. ബാക്കി 5 മാസം അടഞ്ഞു കിടക്കാം. ഇത് സാധാരണഗതിയിൽ നമ്മൾ വേറെ ഏത് പ്ലൈ ആണെങ്കിൽ പോലും നമ്മൾ ഈ അടഞ്ഞു കിടക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പൂപ്പല് പിടിക്കും. പൊടി വൃത്തിയായിട്ട് അതിന്റെ മേളിലുണ്ടാവും. ആ ഒരു പ്രശ്നം നമുക്ക് ഇവിടെ ഇല്ല. ആ ഒരു പ്രോബ്ലം ഇവിടെ ഇല്ല. 6 മാസം മുമ്പ് ചെയ്ത് ഇപ്പം വരുമ്പോ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഒന്നും ഡാമേജസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിൽ കുറച്ചുകൂടെ ഒരു കോൺഫിഡന്റ് ആണെന്ന് പറയാം. അതെ. അപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളു കാര്യം. ഏതൊരു പ്രോജക്റ്റും നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള ടൈം അപ്രോച്ച് ചെയ്യാന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. വീടിന്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ ഇന്റീരിയറിനെ ഏൽപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. കറക്റ്റ് പ്ലാനിങ്ങിൽ ഓരോ കാര്യം അതുപോലെ ഒരു പരിധി വരെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് എല്ലാ സൈറ്റുകളും ക്ലിയർ ചെയ്യുന്നത്.
നമുക്കെന്നാൽ നമ്മുടെ ആദ്യം വന്ന ഫോമൽ ലിവിങ്ങിലോട്ട് തന്നെ നടക്കാം. ഇതിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നു പറഞ്ഞു, ഇതൊന്നു ഓൾ കേരള നമ്മളിപ്പോൾ സർവീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഡിസൈൻ ചെയ്താണല്ലോ നമ്മളൊരു ഫസ്റ്റ് ഒരു പ്രോജക്റ്റിലോട്ട് എൻ്റർ ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിസൈനിങ്ങിൽ തന്നെ നമ്മൾ ലൈറ്റിംഗിൽ ഉൾപ്പെടെയുള്ള ഡിസൈനിങ് അതിനകത്ത് എല്ലാം നമ്മളെ സംബന്ധിച്ച് നമ്മൾ 2 സർവീസ് ചെയ്യുന്നു. ഒന്ന് കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ ചെയ്യുന്നത്? ഇന്റീരിയർ ഇപ്പം നമ്മളിപ്പം ആർക്കിടെക്ചർ കൺസൾട്ടൻസി ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. മോസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇന്റീരിയറിലാണ്. സോ ഇന്റീരിയർ ഒരാൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് തന്നെ നമ്മളെല്ലാ പ്രൊജക്ട്സും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പം കസ്റ്റമർ കുറച്ചും കൂടി അവെയർ ആണ്. കാരണം പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ടിങ് കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്താൽ മാത്രമേ അവർക്ക് പ്രോപ്പറായി പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളവർ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണുക, നമ്മൾ അതിനൊരു ഇനീഷ്യലി ഒരു ലേ ഔട്ട് കാര്യങ്ങൾ ഉണ്ടാക്കി പിന്നെ അതിനെ ഒരു പ്രോപ്പർ 3D വിഷ്വലൈസ് ചെയ്ത് അവർക്ക് ഇത് കാണിച്ചു കൊടുത്തു. ഇപ്പൊ ആണെങ്കിൽ നമ്മൾ VR വരെ ചെയ്യുന്നുണ്ട്. അത്രയും നമ്മൾ ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്ത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ അതിന്റെ ഒരു കോട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ചില ആളുകൾ കംപ്ലീറ്റ്ലി കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു പോകും. അതായത് വർക്ക് അല്ല, കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് കൺസൾട്ടേഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 10-12 സൈറ്റുകൾ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഒരു 5-6 സൈറ്റോളം ഇപ്പം റണ്ണിങ്ങിൽ നമ്മൾ എക്സിക്യൂഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അറൌണ്ട് 20 പ്രോജക്ട്സ് ആണ് ഇപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. എങ്ങനെ വേണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും? എങ്ങനെ ചെയ്യാം? കൺസൾട്ടിംഗ് ആണെങ്കിൽ കൺസൾട്ടിംഗ്, ഇനി അതല്ല വർക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. രണ്ടും ചെയ്തു. എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഇവിടെ WPC ആണ്. ഇവിടെ WPC ആണ്. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. കാരണം വീട്ടില് ഫുൾ ടൈം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ്ലി WPC യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ പേഴ്സണലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ WPC യോടാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ പിന്നീട് കസ്റ്റമർ നമുക്കായാലും ഒരു 5 വർഷം കഴിഞ്ഞാലും ഒരു കസ്റ്റമർ ഈ ഒരു വിഷയം പറഞ്ഞാൽ നമ്മളെ വിളിക്കില്ല. ചിലപ്പോൾ ഒരു സ്ക്രൂവോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അത് നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാത്ത ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആണെങ്കിലും ഇപ്പൊ 6 മാസം കഴിഞ്ഞു, ക്ലയന്റുമായിട്ട് നമ്മൾ അത്രയും റിലേഷൻ ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. സോ ഒരു കസ്റ്റമർ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളുമായിട്ട് റിലേഷൻ കീപ്പ് ചെയ്യുന്നത്. അവരില്ല, ഞങ്ങൾക്ക് തുറന്നു അവിടെ ആരുമില്ല, അവരാരുമില്ല. അപ്പൊ നമ്മളോടുള്ള ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, WPC ആണ് സജസ്റ്റ് ചെയ്യുന്നത്. എന്നാലും ബാക്കി ഏതൊക്കെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മറൈൻ പ്ലൈവുഡും ഒക്കെ ആണ് ആവശ്യപ്പെടുന്നെങ്കിൽ അതും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ചെയ്യാൻ പറ്റും. ഒന്നും ഇല്ലാതെ ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല. ബാക്കിയൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ? അപ്പോൾ പറഞ്ഞു വെച്ചത്, എപ്പോഴും നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇന്റീരിയർ ഡിസൈനറെ എപ്പോൾ സമീപിക്കണം എന്ന് ചോദിച്ചാൽ അത് പ്ലാനിങ് സമയത്താണ്. അതിന് ഇവർ സഹായിക്കും. കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ചെയ്യുന്നൊരു ഫാമാണ്. ഇതിപ്പോൾ ഞാൻ ഡാനിഷായിട്ട് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു എത്ര 2-3 വർഷം എടുത്തു വിചാരിക്കും. ഞങ്ങൾ ഫോണിൽ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. 3 വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കും. ഈ സംസാരിക്കുന്ന ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നല്ലാതെ അതൊരു വർക്കിലോട്ട് വന്നിട്ടില്ല. ഇപ്പോഴേ കാണുന്നു എന്നുള്ളതുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ, സർവീസ് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഓൾ കേരള നിങ്ങൾക്ക് തരുന്ന ഒരു ഫേം ആയിരിക്കും. ഈവൻ ഒരു വീടിൻ്റെ കീ ഹാൻഡ് ഓവർ എന്ന് പറയുമ്പോൾ ഇന്റീരിയർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ തന്നെ തീർച്ചയായിട്ടും. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നേരിട്ട് വിളിച്ചോ, നേരിട്ട് വന്ന് കണ്ട് പ്രോജക്റ്റുകളും വന്ന് കാണാനുള്ള സാഹചര്യം ഉണ്ടോ? നമ്മളിപ്പോ പറ്റുന്ന പ്രോജക്റ്റുകൾ ചില സമയത്ത് ചില ക്ലയൻസിന് താല്പര്യപ്പെടില്ല. അതങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചോദിച്ച് നേരിട്ട് വിളിച്ചോട്ടെ. അപ്പോൾ ഡാനിഷ് ബ്രോ, വീണ്ടും സന്ധിപ്പുരേക്കും താങ്ക് യു സോ മച്ച്. എല്ലാം പറഞ്ഞു. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. ഞങ്ങൾ സൈനിങ് ഓഫ്.